ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറേ ആയല്ലേ. എൻ്റെ ഡെലിവറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആളുടെ കൺട്രോളിലായി പോയി. അയ്യോ, ഹായ് പറ. ഹായ് ഈശ്വര, ഹായ് പറ. അത് കൈ വെച്ച് ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? അമ്മ വീഡിയോ എടുക്കട്ടെ. അപ്പൊ ഇപ്പോഴാണ് ആളെ ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ മീഷോ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 4 ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്രൈസ് റേഞ്ച് വന്നിട്ട് അയ്യോ വീഡിയോ എടുക്കട്ടെ. പ്രൈസ് റേഞ്ച് ഒക്കെ വന്നിട്ട് അറൌണ്ട് 350 റുപ്പീസ് തൊട്ടിട്ട് 499 ഉള്ളിൽ വരുന്ന രീതിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഡ്രസ്സുകളൊക്കെ കാണിക്കുമ്പോൾ അതിന്റെ സൈഡ് ലൈനിങ് ഉണ്ടോ, ഏത് എന്താ പറയുക, എന്ത് ക്വാളിറ്റി ഉണ്ട് അതിന്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബെഡ്ഷീറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഗൈസ്. ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ബെഡ്ഷീറ്റാണ്. ഞാൻ ഓൾറെഡി വിരിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ എൻ്റെ ക്യാമറ? ഇങ്ങനെ ഞാൻ ഊരി എടുത്തിട്ട് ക്യാമറ. ഈ ബെഡ്ഷീറ്റ് കണ്ടോ? ഓക്കെ, ഞാൻ തിരിച്ചു കാണിച്ചു തരാം. ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ ആയിരുന്നല്ലോ. ഞാനൊരു ലോങ് ഷോട്ട് കാണിച്ചു തരാം. ഈ ബെഡ്ഷീറ്റ് ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഇത് ഞാൻ 2 തവണ നമ്മുടെ മെഷീൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, കളർ ഫെയ്ഡ് ആവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിന് 2 തലേണയുടെ കവറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. മീഷോന്ന് ഞാൻ വേറെയും 2-3 ബെഡ്ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ പ്രൈസ് എനിക്ക് തോന്നുന്നു 399 അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. കുറേ തവണ അടയ്ക്കും. ഞാൻ 2 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റാണ്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരി ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ട്, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് ഗൈസ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. ഞാൻ ഇതിലൊരു ഇത് ഷോർട്ടായിട്ടുള്ള ഷോർട്ട്. അത് കോംബോ സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ തവണ അലക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഷോർട്ടാണ് സാധനം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ വാങ്ങിക്കാം. പ്രൈസ് എനിക്ക് തോന്നുന്നു 300 രൂപ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഈ ഒരു ടീഷർട്ടും ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഗൈസ്. നല്ല ടീഷർട്ട് ആട്ടോ. ഇതിന്റെ പ്രൈസും എനിക്ക് തോന്നുന്നു 299 അങ്ങനെ സംതിങ് ആയിരുന്നു. ഇതിന്റെയും ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ തന്നെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്. ഇതിന്റെ പ്രൈസ് 351 രൂപയാണ്. ബൈ ബൈ ഗൈസ്. ഓക്കെ, ഐ എം ബാക്ക്. അപ്പൊ ഈ ഡ്രസ്സിന്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 351 രൂപയാണ്. ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ് ആണ്. പിന്നെ ഇതിന്റെ ലെങ്ത് മുട്ടിന്റെ അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. കാര്യം ചിലർക്ക് അത്ര കംഫർട്ടബിൾ ആകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, അതൊരു മിഡി ലെങ്ത് ആയിട്ട് വരുന്ന ഡ്രസ്സാണ്. മുകളിൽ ഇങ്ങനെ അവർ ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗി കിട്ടും. നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. സ്ലീവ്സ് ഒക്കെ ഉണ്ടല്ലേ, നമുക്ക് 3/4 സ്ലീവ്സ് ആ വരുന്നത്. തറ്റത്ത് അവരിങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതും ഡ്രസ്സിന്റെ മുഴുവനായിട്ട് ലൈനിങ് ഇല്ല, പക്ഷെ 3/4 ലെങ്ത്തിൽ ലൈനിങ്ങും വരുന്നുണ്ട്. സോ നമ്മളുടെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് നല്ല അടിപൊളി ഒരു ഫ്രോക്കാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ പ്രൈസ് 426 രൂപയാണ്. ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഇത് ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ലെങ്ത്താണ് ഞാൻ പറയുന്നത്. ലൈനിങ്ങും അത്ര തന്നെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയറിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ താഴേക്കായിട്ട് അവരിങ്ങനെ ചുരുക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും താഴെ ഇങ്ങനെ പൊക്കി കാണിക്കും, തട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കി അവിടെ തയ്ച്ചിട്ടുണ്ട്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ ഇട്ടിട്ട് കാണാനായിട്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 340
42 രൂപയായിരുന്നു തോന്നുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയും കൊടുത്തേക്കാം. ഇതിന്റെ മെറ്റീരിയൽ വിസ്കോസ് മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാനായിട്ട്, ഈ ചൂടത്ത് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ അവർ ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതേപോലെ തന്നെ സീ ത്രൂ ഒന്നുമല്ല. ലെങ്ത്ത് വന്നിട്ട് മുട്ടിന്റെ അത്രയും വരുന്ന രീതിയിലാണ് ലെങ്ത്ത് ഇരിക്കണേ. എനിക്ക് എൻ്റെ ഹൈറ്റ് 5 അടി ഇച്ചിരി എന്തുള്ളൂ. അപ്പോൾ എനിക്ക് മുട്ടിന്റെ അത്രയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി എന്തേരം ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. സ്ലീവ്സ് ഇങ്ങനെ ഹാഫ് സ്ലീവ്സ് വന്നിട്ട് തറ്റത്ത് എലാസ്റ്റിക് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു നെക്കാണ്. ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ട് ചുരുക്കി ചുരുക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഡ്രസ്സുകളും ഒന്നിനൊന്ന് മികച്ച അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ. പ്രൈസ് 460 രൂപയാണ്. ഇതിന്റെ മെറ്റീരിയൽ ക്രീപ്പ് മെറ്റീരിയലാണ്. ഇവിടെ ഒക്കെ പഫൊക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് ചുരുക്കിയൊക്കെ തയ്ച്ച്, പിന്നെ നമ്മളുടെ ഈ ഡ്രസ്സിന്റെ ഈ ഒരു പോർഷനാണ് അവർ ഇങ്ങനെ തറ്റത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഷർട്ടിന്റെ കോളർ കൊടുത്തിട്ടുണ്ട്. ഒരു ഹുക്കാണുള്ളത്, ബാക്കിയുള്ളതൊന്നും അഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വെറുതെ ഒരു ഭംഗിക്ക് കൊടുത്തേക്കുന്ന കുടുക്കുകളാണ്. പിന്നെ ഇത് ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട്, പൊളി ബെൽറ്റോടെ. ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ലൈനിങ് ആ ഡ്രസ്സിന്റെ അത്ര തന്നെ ലൈനിങ്ങും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീഷോ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം കേട്ടോ. എന്താണത്? പിന്നെ ഈ പ്രോഡക്റ്റിന്റെ ലിങ്കുകളെല്ലാം, ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടൂ, ഞാൻ വായിക്കാം. അതേപോലെ ഷോർട്സ് വീഡിയോ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോസിലൊന്നും ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. ഡിസ്ക്രിപ്ഷനൊക്കെ യൂട്യൂബ് എടുത്തു കളഞ്ഞ്. അപ്പം ഞാൻ ഏതെങ്കിലും പുതിയ അപ്ഡേറ്റ് ചെയ്യുന്ന ലോങ് വീഡിയോയിൽ ഷോർട്സ് വീഡിയോയുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതെല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.